ഞാനൊരു അധികപ്പറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഈ ഉണ്ണിമായ ഇവിടുന്ന് പടിയിറങ്ങിപ്പോവും. അല്ലാത്ത പക്ഷം തന്നെ ഈ തോന്നിവാസം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അറുത്തുമുറിച്ച് അത്രയും ഞാൻ പറയുമ്പോൾ എൻ്റെ സമനില തെറ്റിയിരുന്നു. എൻ്റെ ക്ഷമ നശിച്ചിരുന്നു. ക്രോധം കൊണ്ട് ഞരമ്പ് വലിഞ്ഞു മുറുകിയിരുന്നു. അയാളെ വീണ്ടും ഉറ്റുനോക്കി. ഒരാഴ്ച മുന്നേ തന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ, ആൾക്കാരെ വിറപ്പിക്കുന്ന ഒരു കോളനി ഗുണ്ട, അല്ലെങ്കിൽ തല്ലാനും കൊല്ലാനും നടക്കുന്ന വേട്ടമൃഗം. ഭദ്രൻ. ഇരുണ്ട നിറത്തിൽ ഉറച്ച ശരീരം, ചുവന്ന കണ്ണുകൾ, കാണുമ്പോൾ തന്നെ ഭയക്കും. അവനോട് താൻ നേർക്കുനേർ സംസാരിക്കുന്നു. ഇന്നലെ വരെ നേരെ നോക്കാൻ പോലും അറപ്പായിരുന്നു, പേടിയായിരുന്നു. നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ലടി. ആർക്കും വേണ്ടാതെ എൻ്റെ ഈ കുപ്പയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയത് അതിൻ്റെ വീട്ടുകാർ. അല്ലാതെ ഈ ഭദ്ര നിന്റെ പാവാടയുടെ മണം പിടിച്ചു വന്നതല്ല. കള്ളും കുടിച്ച് നാക്കുഴഞ്ഞുകൊണ്ട് പറയുന്നവന്റെ ദേഹത്ത് നിന്ന് വമിക്കുന്ന ദുർഗന്ധത്തേക്കാൾ അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി. അവളുടെ കണ്ണുകൾ നിറയാൻ വെമ്പി. നെറികെട്ടവനാണെങ്കിലും അവൻ പറഞ്ഞതിന് എന്താണ് തെറ്റ്? സ്വന്തം മോളായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികെട്ടവനെ തന്നെ കെട്ടിച്ചു കൊടുക്കുവോ? അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ വരുള്ളൂ? ചോദിക്കാനോ പറയാനോ തന്തയോ തള്ളയോ ഇല്ല. ഇത്രയും വർഷം ഇളയച്ഛൻ്റെ ഇളയമ്മയുടെയും വേലക്കാരിയായി ജീവിച്ച് കരഞ്ഞു തീർത്ത രാത്രികൾ, പകലുകൾ. പിന്നീട് കണ്ണീരിന് പോലും തന്നോട് അറപ്പായി. +2 വരെ നന്നായി പഠിച്ചു. ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം മാർക്കോടെ ജയിച്ചു. പഠിക്കുന്ന അധ്യാപകരുടെ ആരാധനയുള്ളതുകൊണ്ടാവാം മനസ്സിൽ ടീച്ചറാവണമെന്നുള്ള ആഗ്രഹം പൊട്ടിമുളച്ചത്. എൻ്റെ വേദനകൾ, എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ പൊരുതി ജയിച്ചേനെ. പക്ഷേ തൻ്റെ പേരിൽ ഇച്ചിരി വസ്തു നേടിയെടുക്കാൻ വേണ്ടി വിശക്കുമ്പോൾ ഭക്ഷണം തരാതെ പട്ടിണിക്കിട്ട് എള്ളും കഷ്ണത്തിൻ്റെ അവസ്ഥയായി തൻ്റെ. +2 കഴിഞ്ഞ് 2 വർഷം ഒന്നിനും വിടാതെ തന്നെ പിടിച്ചു നിർത്തി. അവസാനം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്താടേ നിന്റെ മിണ്ടാട്ടം മുട്ടിയോ? അവളുടെ ദേഹത്ത് തട്ടിക്കൊണ്ട് ഭദ്രം പറഞ്ഞു. അറപ്പോടെ ആ കൈകളെ അവൻ തട്ടിമാറ്റി. തൊട്ടുപോരെ തന്നെ, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഇത്രയും വൃത്തിയിട്ട മനുഷ്യനാ നിങ്ങളെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ ഈ താലിക്കുമ്പിൽ ഞാൻ തലകുനിച്ച് നിന്ന് എന്ന് കരുതി കണ്ട വേശികൾ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കിടത്താന്ന് കരുതണ്ട. കഴിച്ചുകൊണ്ട് അത്രയും പറഞ്ഞപ്പോഴേക്ക് അവൾ കരഞ്ഞുപോയി. കൺമുമ്പിൽ വെളിയിൽ ഭദ്രനെയും അവനോട് ഒട്ടി നിൽക്കുന്ന നാട്ടിലെ വേശിയുമായിരുന്നു കണ്ടത്. അറിയാം, ഒരു വൃത്തികെട്ട കാണ്ടാമൃഗമാണ് തൻ്റെ ഭർത്താവെന്ന്. കള്ളും കഞ്ചാവും പെണ്ണുമെല്ലാം അവൻ്റെ ഉന്മാദമാണെന്ന്. പക്ഷേ കണ്ണിന് മുമ്പിലൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഭർത്താവാണ്, താലി കെട്ടിയവൻ. അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും അന്യ സ്ത്രീയുടെ ചൂട് തേടിപ്പോന്ന് ഒരു ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശരി, എന്താ നീ വാ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭാര്യയല്ലേ നീ. ഞാൻ താലി കെട്ടിയ പെണ്ണ്, എനിക്ക് പൂർണ്ണ അവകാശമുള്ള ഒരു പിടി. വാടി വാ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും ഉണ്ണി നേരെ അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ച് നിന്നു. അവളുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു. ഭദ്രന്റെ നെഞ്ചിലെ താളം അവളുടെ സിരകളെ തളർത്തുന്ന പോലെ അവൾക്ക് തോന്നി. മനസ്സിന്റെ കോണിലെവിടെയോ ഒരു പിടപ്പോടെ അവനെ തള്ളി മാറ്റി അവൾ ഓടി. ആ കുഞ്ഞു വീട്ടിലെ ഒരു മുറിയിലേക്ക് അവൾ കയറി കതകടച്ചു. ഭദ്രൻ മുറിയുടെ വാതിലിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു. അടച്ചുറപ്പില്ലാത്ത മുറിയിൽ അഭയം തേടിപ്പോയി അവളെ ഓർത്ത് പുച്ഛത്തോടെ ഭദ്രൻ ഓർത്തു. കൈ ഉയർത്തി വാതിൽ തള്ളി തുറക്കാനായി പോയതും പെട്ടെന്ന് അവന്റെ കൈകൾ താഴ്ന്നു. ഒരു പെണ്ണിന്റെ ബലഹീനതയെ മുതലാക്കുന്നവൻ ആണല്ല ഭദ്ര, സ്വയം പറഞ്ഞുകൊണ്ട് മെല്ലെ വെളിയിലേക്ക് ഇറങ്ങി. മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു പെണ്ണാണ്. അവളുടെ കണ്ണുകളിൽ തളം കെട്ടിയ വേദന അവന്റെ ഹൃദയത്തിൽ ചിത്രം വരച്ചു. നരച്ച ചുരിദാർ അവളെ സുന്ദരിയാക്കി. അവളുടെ നെറ്റിയിലെ കറുത്ത പൊട്ട് അവളുടെ മനസ്സിലെ വേദനയെ ചൂണ്ടിക്കാണിച്ചു. വരണ്ട ചുണ്ടിലെ നേർത്ത പുഞ്ചിരി അവനെ ആകർഷിച്ചു. ഭദ്രൻ വേഗം കണ്ണു തുറന്നു. ഉമ്മറത്തിണ്ടയിൽ ഇന്നലെ ബോധമില്ലാതെ കിടന്നതാണവൻ. ഇപ്പോൾ ഉറങ്ങിയൊന്നും നിശ്ചയമില്ല. അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. അനാഥാലയത്തിന്റെ മതിൽ ചാടുമ്പോൾ ഓർത്തില്ല. തല്ലാനും കൊല്ലാനും നടക്കുന്ന ഒരുത്തനാവും താനെന്ന്. കൊണ്ടും കൊടുത്തും ജീവിച്ചു. ആരെയും വകവെച്ചില്ല. ആരുടെയും കത്തിമുനയിൽ ഭയന്നില്ല. ഒന്നും സമ്പാദിച്ചിട്ടില്ല. വാടക വീട്ടിലെ ചെറ്റമുറിയിൽ തന്നിഷ്ടത്തിന് ജീവിച്ചു. ചോദിക്കാനും പറയാനും ഒരുത്തിനും അടിക്കില്ല. കാരണം ഭയം. മോരി നിവർത്തി ഭദ്രൻ ചുറ്റും നോക്കി. മഴ പെയ്തു മാറിയ അന്തരീക്ഷം. മുറ്റത്ത് വെള്ളം തളം കെട്ടി നിപ്പുണ്ട്. വല്ലാത്ത തണുപ്പും. ഇന്നലത്തെ കാര്യം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും ഭദ്രനകത്തേക്ക് തലയെത്തി നോക്കി. കല്യാണം കഴിഞ്ഞത് മുതൽ രാവിലെ ഒരു കട്ടൻ തനിക്ക് പതിവാണ്. താൻ എണീക്കുമ്പോൾ മുന്നിൽ ഗ്ലാസ് വെച്ചിട്ട് മിണ്ടാതെ പോകുന്നവൾ ഓർത്തുന്നു. മെല്ലെ കിടന്നിടത്ത് എഴുന്നേറ്റ് അകത്തേക്ക് കയറി. മുഖത്ത് വെള്ളം ഇറ്റിറ്റ് വീണപ്പോഴാണ് കണ്ണു തുറന്ന്. കണ്ണു ചിമ്മി മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ഓടിന്റെ ചെറിയ വിടവിൽ കൂടി തൻ്റെ ദേഹത്ത് വീഴുന്ന മഴത്തുള്ളികളെ. തൻ്റെ ജീവിതവും ഇങ്ങനെയല്ലേ, ഒരു മഴത്തുള്ളിയെ പോലെ അവസാനം ചിന്നിച്ചിതറിയ ഓരോ ഭാഗത്തേക്ക്. മുന്നിൽ ഭദ്രന്റെ രൂപം തെളിഞ്ഞു വന്നു. താനൊരു വിഡ്ഢിയാണ്. എന്തുകൊണ്ട് ഇപ്പോഴുള്ള ധൈര്യം നേരത്തെ കാണിച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ തനിക്ക് എതിർക്കാമായിരുന്നു. പക്ഷേ അന്നേരം ഉള്ളിൽ താൻ നിൽക്കുന്നിടം ഒരു നരകമാണെന്ന ചിന്തയേ ഉള്ളായിരുന്നു. താൻ അനുഭവിക്കുന്ന വേദനകളും കണ്ണീരിനപ്പുറം വേറെ എവിടെയായാലും കാണില്ലെന്ന ചിന്ത. എല്ലാം തന്നെ മണ്ടത്തരം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ കുറച്ച് ആശ്വാസം ഭദ്രനുമായി ജീവിച്ചതിന് ശേഷം തനിക്ക് വന്നിട്ടുണ്ട്. 3 നേരം വയറു നിറച്ച ആഹാരം കഴിക്കാൻ, ആരുടെയും എച്ചിൽ പാത്രത്തിൽ ചോറിട്ട് തിന്നണ്ട, കീറി പറയാത്ത കുറച്ച് തുണികളുണ്ട്, കിടക്കാൻ കുഞ്ഞു കട്ടിലുണ്ട്.
പുതക്കാൻ പുതപ്പുണ്ട്. എല്ലാത്തിനും ഉപരി ധൈര്യത്തോടെ ഏത് പാതിരാത്രി വേണമെങ്കിലും റോഡിലൂടെ നടക്കാൻ. ഒരുത്തിനും തന്നെ മോശമായി ഒന്ന് നോക്കുപോലും ചെയ്യില്ല. കാരണം താൻ ഭദ്രന്റെ പെണ്ണാണ്. ഭദ്രന്റെ ചുമ കേട്ടപ്പോഴാണ് ഉണ്ണിമായ ചിന്തകളിൽ നിന്നുണർന്ന് മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്നവനെ കണ്ടതും മനസ്സിൽ ഇന്നലെ തന്റെ മുമ്പിൽ കണ്ട കാഴ്ചയായിരുന്നു. വല്ലാത്തൊരു ദേഷ്യം അവൾക്ക് തോന്നി. കണ്ടാൽ കാണ്ടാമൃഗമാണെങ്കിലും അറിയാതെ അല്പം അലിവ് തോന്നി. കാരണം ഇന്നലെ അല്ലാതെ വേറൊരു ദിവസം പോലും മോശമായി തന്നെ നോക്കിയിട്ടില്ല. എന്താണ് ഈ ചിന്തിക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാണോ? നടക്കില്ലടി, നടക്കില്ല. പുച്ഛത്തോടെ അലറി പറയുന്നവനോട് ദേഷ്യം തോന്നി ചാടി പിടിച്ചെഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു. നിങ്ങൾ അധികം വർത്താനോട് പറയണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനേ ഒരു മുഴം കയറിന്റെ ആവശ്യം ഉണ്ണിമായിക്കുള്ളൂ. ഇനി അതും ഞാൻ ബാക്കി പറയുന്നതിന് മുന്നേ അവന്റെ കൈകൾ അവളുടെ കവിളിൽ പതിച്ചു. അടിയുടെ ആഘാതത്തിൽ തെറിച്ചവൾ തറയിലേക്ക് വീണു. വല്ലാത്ത വേദന തോന്നി ദേഹത്ത്. അടി കിട്ടിയെടുത്ത പുകച്ചിലടക്കാതെ അവനെ നോക്കിയതും ഭ്രാന്തനെ പോലെ അവളെ പിടിച്ചു വലിച്ച് അവന്റെ ദേഹത്തേക്ക് അമർത്തി നിർത്തി. അവളുടെ ഇരുതോളിലും അവന്റെ കൈകൾ അമർന്നു. ചുവന്ന കണ്ണുകളോടെയുള്ള അവന്റെ നോട്ടം അവൾ പേടിയോടെ നേരിട്ടു. കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ നിനക്ക് ചാവണായിരുന്നെങ്കിൽ ഒരു മുഴം കയറിൽ നിന്നെ കൊല്ലാൻ വിടാതെ ഈ ഭദ്രൻ നിന്റെ ഇളയച്ചൻ എന്ന് പറയുന്ന പൊന്നനും അവന്റെ ഭാര്യ നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന അന്നേ നിന്നെ എനിക്ക് കൊല്ലാമായിരുന്നടി. മോളെ അറിയൂ നിനക്ക്? അവളെ പിടിച്ചു വിളിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അവനെ കണ്ണുകൾ വിടർത്തി നോക്കി. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്താ അതിന് കാണുന്നറിയോ നിനക്ക്? നിന്റെ രൂപയും നെഞ്ചിലും ഉണ്ടായതുകൊണ്ട് പലവട്ടം എന്റെ മുമ്പിൽ നീ പോലും അറിയാതെ വന്നു വിട്ടിട്ടുണ്ട് പലയിടത്തായി. അപ്പോഴേക്ക് നിന്റെ മുഖത്ത് കാണുന്ന വേദന, നിന്റെ പേടി, നിന്റെ രൂപം എല്ലാം എന്റെ ഉള്ളിലുണ്ട്. ഭദ്രൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ ശ്രദ്ധിച്ചു. ശരീരസുഖത്തിന് പല പെണ്ണുങ്ങളുടെ ചൂട് പറ്റിക്കിടന്ന എനിക്ക് നിന്നോട് വേറെന്തോ വികാരമെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ എന്റെ നില എന്താണെന്ന് മനസ്സിലാക്കി ഈ ഭദ്രൻ ഒഴിഞ്ഞു നിന്നു. അന്നു മുതൽ ഭദ്രൻ പെണ്ണുങ്ങളുടെ ചൂട് തേടി പോയിട്ടില്ല. ഇങ്ങോട്ട് വരുന്നവളും വരെ ആട്ടി പായിച്ചിട്ടേ ഉള്ളൂ. കണ്ടതല്ലേ നീ ഇന്നലെ? അവളെ പുറകിലേക്ക് മെല്ലെ തള്ളി കിതച്ചുകൊണ്ടാവും പറഞ്ഞതും വിശ്വസിക്കാൻ പറ്റാതെ തറഞ്ഞു നിൽക്കുകയാണ് അവൾ. തന്നെ ഈ മനുഷ്യൻ സ്നേഹിച്ചെന്നോ? തന്നെ ആർക്ക് സ്നേഹിക്കാൻ പറ്റും? നിറമുണ്ടോ? ഭംഗിയുണ്ടോ? മുടിയുണ്ടോ? സൗന്ദര്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവൾ ആർദ്രമായവനെ നോക്കി. നിന്നെ കൊല്ലാൻ പറഞ്ഞവന്റെ തലയേറിയാൻ ഈ രുദ്രൻ അറിയാഞ്ഞിട്ടല്ല. എനിക്ക് നിന്നെ വേണമായിരുന്നു. നിന്റെ കൂടെ ജീവിക്കണമായിരുന്നു. ഇന്നോ നാളെയോ ആരുടെയോ കുത്തുകൊണ്ട് തീരുമെന്നറിയാത്ത എന്റെ അത്യാഗ്രഹമായിരുന്നു നീ. അതുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയത്. എന്നിട്ട് ഒരു മുഴം കയറിൽ ജീവനെടുക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ. കൈ ചൂണ്ടി വിറച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഉമിനീരിറക്കിയവൾ അവനെ നോക്കി. പെട്ടെന്ന് അവൻ വീണ്ടും അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവളാകെ തളർന്നു പോയി. ഇനി നീ മരിക്കണോ ജീവിക്കണോ എന്ന് ഇനി ഈ ഭദ്രൻ തീരുമാനിക്കും. എന്നെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല. അതിന് ഈ ഭദ്രൻ സമ്മതിക്കില്ല. കേളി. അത്രയും പറഞ്ഞവളെ തള്ളി മാറ്റിയവൻ വേഗത്തിൽ അവിടുന്ന് പോകുമ്പോൾ വാടിത്തളർന്ന പക്ഷിയെപ്പോലെ അവൾ നിലത്തേക്ക് ഉതിർന്നു. ആകെ മരവിപ്പ് മാത്രം. മാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞച്ചരട് ഉയർത്തിയവൾ നോക്കി. പെട്ടെന്നുള്ളിലെ സങ്കടം വിതുമ്പലോടെ വന്നവൾ വാവിട്ട് കരഞ്ഞ് ഉറക്കെ. പാതിരാത്രിയായിട്ടും ഭദ്രനെ കാണാതെ അവൾ ഉമ്മറത്തിരുന്നു. ഒരു നിഴലനക്കം കേൾക്കുമ്പോഴേക്കും അവനാണെന്നുള്ള ആകാംക്ഷയോടെ നോക്കും. എന്നും പതിവായിരുന്ന ഈ കാത്തിരിപ്പ്. പക്ഷേ ഇന്നെന്തോ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പ്. അവനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. വീണ്ടും അവൾ പ്രതീക്ഷയോടെ വെളിയിലേക്ക് നോക്കിയിരുന്നു. പക്ഷെ ആ നിമിഷം തനിക്ക് നേരെ വരുന്നവനെ അടിച്ചു വീഴ്ത്തിക്കായിരുന്നു ഭദ്രൻ. പെട്ടെന്ന് അവന്റെ തലയിൽ പുറകിൽ നിന്ന് ആരോ അടിച്ചതും അലറിക്കൊണ്ട് ഭദ്രൻ നിലത്തേക്ക് വീണു. കണ്ണുകൾ ചിമ്മി ഭദ്രൻ മെല്ലെ കണ്ണുകൾ തുറന്നു. ആദ്യം ഒരു പുകമറ പോലെ മുന്നിൽ തോന്നിയെങ്കിലും പിന്നീട് തെളിഞ്ഞു വന്നു. തലയ്ക്ക് വല്ലാത്ത വേദന തോന്നി. വല്ലാതെ വേദനിക്കുന്നു. ദേഹത്തും അത് ബാധിച്ചതുപോലൊരു വേദന. കയ്യിലൊരു തണുപ്പ് തോന്നിയതും കണ്ടു തന്റെ മുന്നിൽ വാടിത്തളർന്ന് നിൽക്കുന്നവളെ, ഉണ്ണിമായെ. അവൻ ആലസ്യതയോടെ അവളെ നോക്കി. പിന്നെ ചുറ്റും നോക്കിയപ്പോഴാണ് താൻ ആശുപത്രിയിലാണെന്ന് അവന് ബോധ്യമായത്. ഒന്നും കൂടി അവളെ നോക്കി. വല്ലാത്തൊരു ദുഃഖം അവളുടെ മുഖത്ത് അവനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയോ? വീണ്ടും ഞാൻ ഒറ്റക്കായതുപോലെ ഒരുപാട് കരഞ്ഞു. അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറയുന്നവളെ അത്ഭുതത്തോടെ അവൻ നോക്കി. അന്നേരമാണ് 2 ദിവസം താൻ ആശുപത്രിയിലാണെന്ന് അവൻ അറിയുന്നത്. ഒന്നും ഓർമ്മയില്ല. അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അടി കിട്ടിയത്. മിണ്ടാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് പറയൂ? വിതുമ്പിക്കണ്ണോൾ ചോദിച്ചു. ഇപ്പോ ഞാൻ വീണ് കിടക്കുക. നിനക്ക് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം. എങ്ങനെയോ അവൻ പറഞ്ഞൊപ്പിച്ചതും കരഞ്ഞുകൊണ്ടാൾ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ലോകത്തെ എന്നെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ നിങ്ങളെ ഇട്ടിട്ട് ഞാൻ എവിടെ പോവാനാ? എങ്ങോട്ടും പോവില്ല, ഞാൻ പോവില്ല. വാശിയോടെ പറയുന്നവളെ അലിയോടെ അവൻ നോക്കി. ഞാനൊരു ഗുണ്ടയാ. എപ്പോ വേണമെങ്കിലും ഇതുപോലെ. ബാക്കി പറയുന്നതിന് മുന്നേ അവന്റെ വാപ്പുത്തി വേണ്ട നിരിയിൽ തലയാട്ടി നിറകണ്ണുകളോട് അവനെ നോക്കി. അവന്റെ ചുണ്ടിൽ വേദനയിലും പുഞ്ചിരി നിറഞ്ഞു. കുറച്ചു ദിവസം കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയി. കൂടെ ജീവിക്കാൻ കൊതി തോന്നുന്നു. ജീവിച്ചൂടെ?
വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞതും മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. ഭദ്രൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. അവന്റെ മുഖത്തെ ഭാവം അവളോടുള്ള പ്രണയമായിരുന്നു. വരണ്ടു പറ്റിയ താഴ്വരയിൽ തളിരിട്ട പ്രണയം. വർഷങ്ങൾക്ക് ശേഷം പോരാലി ടീച്ചറെ. മഴയത്ത് നനയാതിരിക്കാൻ സ്കൂൾ വരാന്തിൽ നിൽക്കുന്ന ഉണ്ണിമായോടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർ ചോദിച്ച് അവൾ ചിരിച്ചു. ഓട്ടോ ഇപ്പോൾ വരും ടീച്ചറെ, ടീച്ചർ പോയിക്കോ. ചിരിയോടെ മറുപടി പറഞ്ഞതും ഓട്ടോയുടെ ഹോണടി കേട്ടതും വെപ്രാളത്തോടെ അവൾ നോക്കി. ദേ ഓട്ടോ വന്നു, ഞാൻ പോട്ടെ, നാളെ കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് ഓട്ടോയുടെ അടുത്തേക്ക് വേഗം നടന്നു. മുഖത്തെ വെള്ളത്തുള്ളികൾ സാരി തുമ്പുകൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. തല നല്ലപോലെ തുടക്കടി, വയറിലൊരു കൊച്ചുണ്ടെന്ന ബോധമില്ല. ഓട്ടോക്കാരൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഉണ്ണിമായ കണ്ണുരുട്ടി നോക്കി. അത് പറയാൻ താനാരാ? കുറുമ്പോടെ അത്രയും പറഞ്ഞതും ഭദ്രൻ തിരിഞ്ഞവളെ നോക്കി. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത. മീശ വിരിച്ചുകൊണ്ടവൻ പറഞ്ഞതും പൊട്ടിച്ചിരിയോടെ അവന്റെ കവിളിലിരുന്ന് ഉള്ളുവെച്ചു കൊടുത്തു. ഭദ്രനും അറിയാതെ ചിരിച്ചു പോയി. ഇനിയും ജീവിതം അവർക്ക് ബാക്കിയുണ്ട്. സന്തോഷത്തിലും ദുഃഖത്തിലും ഒത്തുചേർന്ന് നിൽക്കാൻ, സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, അതിജീവിക്കാൻ.